ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന അഞ്ചൽ ടൗണിൽ കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാത്തതിൽ പ്രതിഷേധമുയരുന്നു. പുനലൂർ, കുളത്തൂപ്പുഴ, ചണ്ണപ്പേട്ട, ആയൂർ എന്നീ ഭാഗത്തേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ്. ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് അഞ്ചലിലെത്തുന്നത്. 1 വർഷം മുൻപാണ് അഞ്ചൽ ടൗണിലെ പഴയ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചു കളഞ്ഞത്. ഇതോടെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് വക കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചത്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. ആൾക്കാരാ വരുന്നത്. സ്ത്രീകളും എല്ലാവരും ബുദ്ധിമുട്ടോടെ ഒരു ബാത്റൂം ഇല്ലാതെ ഇവിടെ ബാത്റൂം എന്ത് ചെയ്യുക, എവിടെന്ന് ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ താഴെ മാർക്കറ്റ് ജംഗ്ഷനിൽ പോകാൻ പറഞ്ഞാൽ വിടുന്നത്. അവരോട് 30 രൂപ കൊടുത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ പോയി ബാത്റൂമിൽ പോകണം. ഇല്ലാതെ ആൾക്കാർ വലയുക, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ ഓടി നടക്കുക. വളരെ ദൂര സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാർ വരും, വളരെ ബുദ്ധിമുട്ടാണ്. കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാതെ വ്യാപാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബസ്സിലൊക്കെ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യമായി ഒന്ന് വെറും പാസ് വേണം, ബുദ്ധിമുട്ടാണ്. നേരത്തെ ഇവിടെ പഞ്ചായത്ത് ബിൽഡിംഗ് സമയത്താണെങ്കിൽ അതിന് ഏറ്റവും കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് വളരെ ഉപകാരപ്രദമായിരുന്നു. അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. പഞ്ചായത്തിന്റെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചതോടെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കംഫർട്ട് സ്റ്റേഷനും പൊളിച്ചു കളയുകയായിരുന്നു. അഞ്ചൽ ടൗണിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നത്. എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പൊതു കംഫർട്ട് സ്റ്റേഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അത്യാവശ്യം ഒന്ന് ബാത്റൂമിൽ പോകാനോ യൂറിൻ പാസ് ഒക്കെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കെട്ടിടം ഷോപ്പിംഗ് കോംപ്ലക്സ് അഞ്ചൽ 6 ജംഗ്ഷനിൽ 70 വർഷത്തോളം പഴക്കമുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അത് 1 വർഷം മുമ്പാണ് പൊളിച്ചു മാറ്റിയത്. അതോടുകൂടി ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലുണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ ഈ അഞ്ചൽ ടൗണിൽ ഇല്ലാതാവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ അഞ്ചൽ ടൗണിൽ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള യാത്രക്കാർ കംഫർട്ട് സ്റ്റേഷന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് ഓടി നടക്കുന്ന ചില കാഴ്ചകൾ ഈ അഞ്ചൽ ടൗണിൽ കാണാവുന്ന ഒരു സംഭവമാണ്. ഇവിടുന്ന് അഞ്ചൽ ചന്തമുക്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ തന്നെ പ്രവർത്തനം ഭാഗികമായാണ്. ചില സമയങ്ങളിൽ അടഞ്ഞു കിടക്കും. ഒരു ദിവസം അല്പം നേരമൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതും സെപ്റ്റി ടാങ്കൊക്കെ നിറഞ്ഞ് ഭാഗികമായുള്ള പ്രവർത്തനം മാത്രമേ അതുള്ളൂ. അഞ്ചൽ ടൗണിൽ അടിയന്തരമായി കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിച്ച് ടൗണിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ അഞ്ചൽ പഞ്ചായത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം ഈ നാട്ടിൽ ഇപ്പോൾ പൊതു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറി അഞ്ചൽ ചന്തമുക്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനവും ഭാഗികമായി മാത്രമേ ഉള്ളൂ. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന അഞ്ചൽ പട്ടണത്തിലാണ് ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും ഇല്ലാത്ത അവസ്ഥയുള്ളത്. അടിയന്തരമായി അഞ്ചൽ ടൗണിൽ കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിച്ച് പൊതുജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെയും ടാക്സി ഡ്രൈവേഴ്സിന്റെയും ആവശ്യം. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക് ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക് ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക് ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.